വെൽക്കം ടു ദ യൂട്യൂബ് ചാനൽ ഓഫ് വ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ്. ഈ എപ്പിസോഡുകളിലൂടെ നാം ചെയ്യുന്നത് ബിടെക് മാത്തമാറ്റിക്സിന് ക്ലാസ്സുകളെല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരികയാണ് ചെയ്യുന്നത്. അതിൽ ഇപ്പോഴുള്ള എപ്പിസോഡുകളിൽ നമ്മൾ നോക്കുന്നത് സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ ബിടെക് സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ അതായത് വെക്റ്റർ അനാലിസിസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യനുകളാണ് നോക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ക്വസ്റ്റ്യൻ ചെയ്തു പോവുകയല്ല, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് കൂടി വ്യക്തമായി പറഞ്ഞു തന്നുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതുവഴി ഈ എപ്പിസോഡുകൾ കൃത്യമായി നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ, ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് നന്നായി പഠിക്കാൻ സാധിക്കും. അതിലൂടെ യു ക്യാൻ സ്കോർ വെരി ഹൈ. ഡെഫിനറ്റ്ലി യു ക്യാൻ സ്കോർ വെരി ഹൈ. അതോടൊപ്പം നിങ്ങളെല്ലാവരും ഒരു കാര്യം കൂടി ചെയ്യണം. നിങ്ങൾ ഈ എപ്പിസോഡുകൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങൾ ബിടെക് സ്റ്റുഡൻസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. അതുകൊണ്ട് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അതോടൊപ്പം ഇത് ലൈക്ക് ചെയ്യാനും ശ്രമിക്കണം. അത് ഞങ്ങൾക്ക് ഒരു എൻകറേജ്മെന്റ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾ ഞങ്ങളെ എൻകറേജ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടോപ്പിക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ തീർച്ചയായും ശ്രമിക്കുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ യൂണിറ്റ് 1-ലെ വെക്റ്റർ ഡിഫറൻഷിയേഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ, ഗ്രേഡിയന്റ്, കേൾ, ഡൈവേർജൻസ്, ആ ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം വെക്റ്റർ ഇന്റഗ്രേഷന്റെ പ്രിലിമിനറി ആയ ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും മോഡ്യൂൾ 1-ല് വെക്റ്റർ ഇന്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക് കൂടെ ഉണ്ട്. അതിൽ മെയ് 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ വർക്ക് ഡൺ by the force field find the work done by the force field. Vector F is equal to f of x, y, z equal to zi plus xj plus yk. Vector f of x, y, z equal to zi plus xj plus yk, where force field on a particle along a curve C given by along a curve C given by r of t equal to sin t I plus 4 sin t j plus sin square t k 0 less than or equal to t less than or equal to pi by 2. This is the question. Find the work done by the force field vector f of x, y, z equal to zi plus xj plus yk on a particle along a curve C given by r of t is equal to 4 sin ti plus 4 sin tj plus sin square tk between the limits 0 less than equal to t less than equal to pi by 2. ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇതാണ് ഒരു കർവ് എന്ന് കരുതുക. ഇതാണ് കർവ് സി. ഇവിടെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് എ, ഇവിടെ ഒരു പോയിന്റ് ബി. ഇപ്പൊ എ എന്നുള്ള പൊസിഷനിലുള്ള ഒരു പാർട്ടിക്കിളിനെ ബി എന്നുള്ള പൊസിഷനിലേക്ക് ഈ കർവിലൂടെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണമല്ലോ. അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫോഴ്സിന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ഈ ഒരു പാർട്ടിക്കിളിനെ ഈ പൊസിഷനിൽ നിന്ന് ഈ പൊസിഷൻ വരെ എത്തിക്കാൻ, ഈ കർവിലൂടെ ഇവിടെ എത്തിക്കാനുള്ള വർക്ക് ഡണിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല W is equal to integral over C F dot dr. ഇതാണ് വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ലൈൻ ഇന്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. W is equal to integral over C F dot dr. അപ്പൊ നമുക്ക് ഇതിൽ ഇനി എഫ് ഡോട്ട് ഡി ആർ കിട്ടണം.
ഈ എഫ് ഡോട്ട് ഡി ആർ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന ഫോഴ്സ് ഫീൽഡ് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഫീൽഡ് എഫ് ഇസ് ഈക്വൽ ടു സെഡ് ഐ പ്ലസ് എക്സ് ജെ പ്ലസ് വൈ കെ, ഇതാണ് ഫോഴ്സ് ഫീൽഡ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് എഫ് ഡോട്ട് ഡി ആർ എഴുതണമെങ്കിൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട. ഇതിനകത്തെ ഐയും ജെയും കെയും മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്നിവ ചേർത്താൽ മതിയാകും. എഫ് ഡോട്ട് ഡി ആർ ചെയ്യാൻ അതേ ചെയ്യേണ്ടതുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ എഫ് എന്ന് പറയുന്നത് എഫ് വൺ ഐ പ്ലസ് എഫ് ടു ജെ പ്ലസ് എഫ് ത്രീ കെ ആണെങ്കിൽ ഇതാണ് എഫ് എങ്കിൽ, ഈ ഡി ആർ എന്ന് വിളിക്കുന്നത് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ ആണ്. ഇതാണ് ഡി ആർ. അപ്പൊ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഐയുടെ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ജെയുടെ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, കെയുടെ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോ എഫ് വൺ ഡി എക്സ് പ്ലസ് എഫ് ടു ഡി വൈ പ്ലസ് എഫ് ത്രീ ഡി സെഡ് എന്ന് കിട്ടും. അതായത് ഈ എഫിനകത്തെ ഐയും ജെയും കെയും മാറിയിട്ട് ഡി എക്സ് ഡി വൈ ഡി സെഡ് വരും. ഇതേ സംഭവിക്കുള്ളൂ. അപ്പോ എഫ് ഡോട്ട് ഡി ആർ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് എഴുതാം. ഇതിൽ നിന്ന് എഫ് ഡോട്ട് ഡി ആർ എഴുതുമ്പോൾ സെഡ് ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ പ്ലസ് വൈ ഡി സെഡ്, ഇതാണ് എഫ് ഡോട്ട് ഡി ആർ. ഇനി ഈ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്തതിന് നമ്മൾ കർവിന്റെ ഇക്വേഷൻ ഉപയോഗിക്കണം. കർവിന്റെ ഇക്വേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് എഴുതണം. അപ്പോഴാണ് ഈ കർവിലൂടെയുള്ള ഇന്റഗ്രേഷൻ ആകുക. ഇപ്പൊ എഫ് ഡോട്ട് ഡി ആർ ആയി, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത്. അത് കർവിലൂടെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതിന് കർവിന്റെ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കണം. അതിന് കർവിനെ തന്നിരിക്കുന്നത് ആർ ഈക്വൽ ടു സൈൻ ടി ഐ പ്ലസ് 4 സൈൻ ടി ജെ പ്ലസ് സൈൻ സ്ക്വയർ ടി കെ എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് ആ കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ടി, എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ടി, വൈ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ജെയുടെ കൂടെ ഉള്ളത് 4 സൈൻ ടി, സെഡ് ഈക്വൽ ടു കെയുടെ കൂടെ ഉള്ളത് സൈൻ സ്ക്വയർ ടി, ടിയുടെ ലിമിറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. ഇതാണ് കർവിന്റെ ഇക്വേഷൻ. എക്സ് ഈക്വൽ ടു സൈൻ ടി, വൈ ഈക്വൽ ടു 4 സൈൻ ടി ഇവിടെ നിന്ന് കിട്ടുന്ന, സെഡ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ടി, ടിയുടെ ലിമിറ്റ് ഇത്. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള ഡി എക്സും ഡി വൈയും ഡി എസിനും കണ്ടുപിടിക്കാം. അപ്പൊ ഇതിൽ നിന്ന് ഡി എക്സ് എഴുതാവുന്നത് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ഡി ടി, ഡി വൈ എഴുതുമ്പോൾ 4 ഇൻറ്റു കോസ് ടി ഡി ടി, ഡി എസ് എഴുതുമ്പോൾ 2 ഇൻറ്റു സൈൻ ടി ഡി ടി, ഇങ്ങനെ കിട്ടി. അപ്പൊ ഇത് രണ്ടും കൂടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഫ് ഡോട്ട് ഡി ആർ എഴുതി വെക്കാം. എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു സെഡ് ഇൻറ്റു ഡി എക്സ്, സെഡ് എന്നുള്ളത് സൈൻ സ്ക്വയർ ടി, സോ ഇറ്റ് ഈസ് സൈൻ സ്ക്വയർ ടി ഇൻറ്റു ഡി എക്സ്, അത് കോസ് ടി ഡി ടി, പ്ലസ് എക്സ് ഡി വൈ, എക്സ് എന്നുള്ളത് സൈൻ ടി, പ്ലസ് ഡി വൈ, ഡി വൈ എന്നുള്ളത് 4 കോസ് ടി ഡി ടി, പ്ലസ് വൈ ഡി സെഡ്, വൈ എന്ന് പറയുന്നത് 4 സൈൻ ടി, ഡി സെഡ് എന്നുള്ളത് സോറി ഡി സെഡ് എഴുതുമ്പോൾ 2 സൈൻ ടി ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ഡി ടി, സെഡ് ഈക്വൽ സൈൻ സ്ക്വയർ ടി, അപ്പൊ ഡി സെഡ് ഈക്വൽ 2 സൈൻ ടി ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ഡി ടി. അപ്പോ സെഡ് വൈ ഡി സെഡ്, വൈ എന്നുള്ളത് 4 സൈൻ ടി ഇൻറ്റു ഡി സെഡ് 2 സൈൻ ടി കോസ് ടി ഡി ടി, 2 സൈൻ ടി കോസ് ടി ഡി ടി ഈക്വൽ ടു, ഇനി ഇതിന്റെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അതിന് വേണമെങ്കിൽ ഒരു കോസ് ടി ഡി ടിയെ കോമൺ ഫാക്ടർ പുറത്തേക്ക് മാറ്റിയാൽ സൈൻ ടിയുടെ ഉണ്ടെങ്കിൽ കോസ് ടി ഡി ടി നമുക്ക് കോമൺ ഫാക്ടർ ആക്കാം. അപ്പൊ ഇവിടെ സൈൻ സ്ക്വയർ ടി പ്ലസ് 4 സൈൻ ടി ഇൻറ്റു സൈൻ ടി ഇൻറ്റു എക്സ് ഇൻറ്റു സൈൻ ടി ഇൻറ്റു 4 കോസ് ടി ഡി ടി. അപ്പോൾ സൈൻ സ്ക്വയർ ടി ഇവിടെ കോസ് ടി ഡി ടി മാറ്റുമ്പോൾ പ്ലസ് 4 സൈൻ ടി പ്ലസ് ഇവിടെ ഒരു കോസ് ടി ഡി ടി മാറ്റി കഴിഞ്ഞപ്പോൾ 8 സൈൻ ടി ഇൻറ്റു സൈൻ ടി ഉണ്ട്. അപ്പൊ സൈൻ സ്ക്വയർ ടി ടോട്ടൽ ഇൻറ്റു കോസ് ടി ഡി ടി, സൈൻ സ്ക്വയർ ടി പ്ലസ് 4 സൈൻ ടി പ്ലസ് 8 സൈൻ സ്ക്വയർ ടി കോസ് സ്ക്വയർ ടി കോസ് ടി ഡി ടി.
ഇത് സൈൻ സ്ക്വയർ ടി പ്ലസ് 8 സൈൻ സ്ക്വയർ ടി എന്ന് പറയുമ്പോൾ 9 സൈൻ സ്ക്വയർ ടി ആയി. 9 സൈൻ സ്ക്വയർ ടി പ്ലസ് 4 സൈൻ ടി ഇൻറ്റു കോസ് ടി ഡി ടി. 9 സൈൻ സ്ക്വയർ ടി പ്ലസ് 4 സൈൻ ടി കോസ് ടി ഡി ടി. ഇതാണ് എഫ് ഡോട്ട് ഡി ആർ. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ഡബ്ല്യുവിന്റെ ഫോർമുല ഇവിടെ ടിയുടെ ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 0 ലെസ് ദാൻ ഓർ ടി ലെസ് ദാൻ ഓർ പൈ ബൈ 2 എന്നാണ്. അപ്പോൾ ഇനി വർക്ക് ഡൺ ഡബ്ല്യു ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് സി എഫ് ഡോട്ട് ഡി ആർ ആണ് എഴുതുന്നത്. അത് ഇവിടെ എഴുതുമ്പോൾ ഇന്റഗ്രൽ 9 സൈൻ സ്ക്വയർ ടി പ്ലസ് 4 സൈൻ ടി പ്ലസ് 4 സൈൻ ടി ഇൻറ്റു കോസ് ടി ഡി ടി. 9 സൈൻ സ്ക്വയർ ടി പ്ലസ് 4 സൈൻ ടി കിട്ടി ഇൻറ്റു കോസ് ടി ഡി ടി. അത് അവിടെ എഴുതി. ഇനി നമുക്ക് ഈ ടിയുടെ ലിമിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 0 പൈ ബൈ 2. 0 to പൈ ബൈ 2 ലിമിറ്റ് എഴുതി. ഇതിന്റെ വാല്യൂ ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വർക്ക് ഡൺ. അപ്പൊ നമ്മൾ ഇനി ഇത് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം എന്ന് ആലോചിക്കണം. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷനൊക്കെ ആയിട്ട് വരുന്നു. മൾട്ടിപ്ലിക്കേഷനൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഡെറിവേറ്റീവ് പാർട്ട് പുറത്തുണ്ടോ, ബ്രാക്കറ്റിനുള്ളിലുള്ള ഏതിന്റെങ്കിലും ഡെറിവേറ്റീവ് പാർട്ട് പുറത്തുണ്ടോ. ഉണ്ടെങ്കിൽ ആ ഏതിന്റെ ആണോ ഡെറിവേറ്റീവ് ഉള്ളത് അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അതാണ് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. ഡെറിവേറ്റീവ് പാർട്ട് ഏതിന്റെയാണോ ഉള്ളത് അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇവിടെ ഇപ്പോ ഈ സൈൻ ടി, ഇവിടെയൊക്കെ സൈൻ ടി ഉണ്ടല്ലോ, സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ആണ്. ആ കോസ് ടി ഇവിടെ ഉണ്ട്, സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ഉണ്ട്. അതുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് പുട്ട് സൈൻ ടി ഈക്വൽ ടു യു, സൈൻ ടി ഈക്വൽ ടു യു. അങ്ങനെ സൈൻ ടിക്ക് യു എന്ന് കൊടുക്കുമ്പോൾ കോസ് ടി ഡി ടി എന്ന പാർട്ട് ഡി യു ആയി വരും. കോസ് ടി ഡി ടി എന്നുള്ളത് ഡി യു വരും. ഇനി ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണെങ്കിൽ തന്നിരിക്കുന്ന ലിമിറ്റിലും ചേഞ്ച് ഉണ്ടാവും. ഈ തന്നിരിക്കുന്നത് ടിയുടെ ലിമിറ്റാണ്. ഇപ്പൊ നമ്മൾ യുവിലേക്ക് മാറുകയാണ്. അപ്പൊ യുവിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അതിന് ചെയ്യുന്നത് ടിയുടെ ലോവർ ലിമിറ്റ് 0 ആണ്. ടിക്ക് 0 ഇടുമ്പോൾ യു എന്ന് പറയുന്നത് സൈൻ 0 ആണ്. സൈൻ 0 0. ടിയുടെ അപ്പർ ലിമിറ്റ് ഇവിടെ വന്നിരിക്കുന്നത് പൈ ബൈ 2 ആണ്. ടിക്ക് പൈ ബൈ 2 ഇടുമ്പോൾ യു ഈസ് ഈക്വൽ ടു സൈൻ പൈ ബൈ 2. അത് 1. So when we make these substitutions, the new limit becomes 0 to 1. അപ്പോൾ ഇന്റഗ്രൽ 0 to 1 9 u square plus 4u into du. 9u square plus 4u du എന്നായി ഒരു സിമ്പിൾ ആയ എക്സ്പ്രഷൻ ആയി മാറി. അതിന്റെ ഇന്റഗ്രേഷൻ നടത്തിയാൽ മതി. അപ്പോൾ 9 into u cube by 3 plus 4 into u square by 2 ലിമിറ്റ് 0 to 1. ഇവിടെ ഒരു 3 കട്ട് ചെയ്യാം, ഇവിടെ ഒരു 2 കട്ട് ചെയ്യാം. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 3 into 1 cube, അപ്പൊ 3 plus 2 into 1 square 2. ലോവർ ലിമിറ്റ് 0 ആണ്. സോ അത് കംപ്ലീറ്റ് 0 ആയി പോയി. സോ ഈക്വൽ ടു 5. ദിസ് ഈസ് ദ ആൻസർ. അപ്പൊ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിച്ചാൽ മാത്രം മതി. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ തന്നെ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മെയ് 2024 ക്വസ്റ്റ്യൻ ആണ്. ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് ജാനുവരി 2024 ക്വസ്റ്റ്യൻ നോക്കാം. January 2024 question. Find the work done. Find the work done by the force field. Find the work done by the force field F equal to xyi plus yzj plus xzk on a particle that moves along the curve
along the curve r of t equal to ti plus t square j plus t cube k 0 less than or equal to t less than or equal to 1. തൊട്ട് മുൻപ് കണ്ട അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ. വെക്ടർ തന്നിട്ടുണ്ട്, കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ലിമിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എഫ് ഡോട്ട് ഡി ആർ ഉണ്ടാക്കണം. എഫ് ഡോട്ട് ഡി ആർ എഴുതുമ്പോൾ ഇതാണ് എഫ്. അപ്പൊ എഫ് ഡോട്ട് ഡി ആർ ആക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഐയും ജെയും കെയും മാറ്റിയിട്ട് ഡി എക്സ് ഡി വൈ ഡി എക്സ് ആക്കിയാൽ മതി. സോ എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു എക്സ് വൈ ഡി എക്സ് പ്ലസ് വൈ ഇസഡ് ഡി വൈ പ്ലസ് എക്സ് ഇസഡ് ഡി ഇസഡ്. എഫ് ഡോട്ട് ഡി ആർ കിട്ടി. എഫിനകത്ത് ഐയും ജെയും കെയും മാറ്റിയിട്ട് അവിടെ ഡി എക്സ് ഡി വൈ ഡി എക്സ് ആക്കിയാൽ മതി. എഫ് ഡോട്ട് ഡി ആർ കിട്ടി. ഇനി കർവിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ എക്സും വൈ ഇസഡും ഒക്കെ എഴുതണം. കർവിന്റെ ഇക്വേഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു ടി, വൈ ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ, സെഡ് ഈക്വൽ ടു ടി ക്യൂബ് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് ടിയുടെ ലിമിറ്റ് വരുന്നത് 0 ലെസ് ദാൻ ഈക്വൽ ടു ടി ലെസ് ദാൻ ഈക്വൽ ടു 1. ഇത് വെച്ച് ഈ ഡി എക്സ് ഡി വൈ ഡി എസ് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു ടി ആകുമ്പോൾ ഡി എക്സ് ഈക്വൽ ടു ഡി ടി, ഡി വൈ ഈക്വൽ ടു 2t dt, dz equal to 3t square dt. dz equal to 3t square dt. അപ്പോ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് നമുക്ക് എഫ് ഡോട്ട് ഡി ആർ എഴുതാം. സോ എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ, ഇപ്പൊ ടി ഇൻറ്റു ടി സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡി ടി പ്ലസ് വൈ ഇൻറ്റു സെഡ് ടി സ്ക്വയർ ഇൻറ്റു ടി ക്യൂബ് ഇൻറ്റു 2t dt dy എന്നുള്ളത് പ്ലസ് എക്സ് ഇൻറ്റു സെഡ് ടി ഇൻറ്റു ടി ക്യൂബ് ഇൻറ്റു 3t സ്ക്വയർ dt ഇങ്ങനെ കിട്ടി. ഈക്വൽ ടു ഇത് ടി ക്യൂബായി പ്ലസ് ഡി ടി നമുക്ക് കോമൺ ആയിട്ട് അവസാനം എഴുതാം. ഇത് 2t സ്ക്വയർ ഇൻറ്റു ടി ക്യൂബ് ഇൻറ്റു ടി, അപ്പൊ 2t⁻6 വന്നു പ്ലസ് ഇവിടെ 3t ഇൻറ്റു ടി ക്യൂബ് ഇൻറ്റു ടി സ്ക്വയർ, t⁻6 അവിടെ വരും ഡി ടി. അപ്പോൾ ഓൺ സിംപ്ലിഫിക്കേഷൻ ഇറ്റ് ഇസ് ടി ക്യൂബ് പ്ലസ് 5t⁻6 ഡി ടി. ടിയുടെ ലിമിറ്റ് എടുക്കേണ്ടത് 0 ലെസ് ദാൻ ഈക്വൽ ടു ടി ലെസ് ദാൻ ഈക്വൽ ടു 1. അപ്പോൾ എഫ് ഡോട്ട് ഡി ആർ കിട്ടി. ഇവിടെ വളരെ സിമ്പിൾ ആയ എക്സ്പ്രഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. Therefore, work done is equal to integral over c f dot dr equal to integral limit 0 to 1, limit 0 to 1 t cube plus 5t⁻6 dt. സിമ്പിൾ ഇന്റഗ്രേഷനേ ഉള്ളൂ, വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും വേണ്ടല്ലോ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ പാർട്ട് ഒന്നുമില്ല. അപ്പൊ ഡയറക്റ്റ് ചെയ്യാം. ടി ക്യൂബിന്റെ ഇന്റഗ്രൽ t⁻4 ഡിവൈഡ് ബൈ 4 പ്ലസ് 5 to t⁻6 ഇന്റഗ്രൽ t⁻7 ഡിവൈഡ് ബൈ 7, ലിമിറ്റ് 0 to 1. So the answer is, when we give the upper limit we get 1 by 4 plus here it is 5 by 7. ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ രണ്ടും 0 ആയി പോയി. അപ്പോൾ ആൻസർ ഇവിടെ 28 LCM വരും. 28 എടുക്കുമ്പോൾ 7 plus 20, 7 plus 20, it is 27. That is the answer. അപ്പോൾ വണ്ണം കണ്ടുപിടിക്കാൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ അത്രയും ചെയ്താൽ മതി. എഫ് ഡോട്ട് ഡി ആറിൽ നിന്ന് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഐ ജെ എഫിനകത്തെ ഐ ജെ ഒക്കെ മാറ്റിയിട്ട് അവിടെ ഡി എക്സ് ഡി വൈ ഡി എസ് ആക്കുക. എന്നിട്ട് കർവിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് സിംഗിൾ വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കണം. കർവിന്റെ ഇക്വേഷൻ എക്സും വൈ ഇസഡും കണ്ടുപിടിച്ചെടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിംഗിൾ വേരിയബിളിലേക്ക് മാറും. ദെൻ ഇന്റഗ്രേഷൻ ഒക്കെ എപ്പോഴും വളരെ സിമ്പിളായ ഇന്റഗ്രേഷനേ ഉണ്ടാവുള്ളൂ. ഇതാണ് വർക്ക് കണ്ടുപിടിക്കാനുള്ള ചെയ്യേണ്ടത്. ഇനി നമുക്ക് മോഡ്യൂൾ 1 ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടി പറയാനുണ്ട്. അവിടെ കൊണ്ടാണ് മോഡ്യൂൾ 1 തീരുക. അത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലായിട്ട് കവർ ചെയ്യാം. സോ നിങ്ങൾ ഈ എല്ലാ എപ്പിസോഡുകളും കൃത്യമായി വാച്ച് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അതാണ് ഞങ്ങൾക്കൊരു എൻകറേജ്മെന്റ്. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.